കേക്കിലും ഐസ്ക്രീമിലും പുഡിങ്ങിലും ഒക്കെ ചേർക്കാൻ പറ്റിയ നല്ല അടിപൊളി പ്രളയൻ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയാലോ. അതും 5 മിനിറ്റ് കൊണ്ട്. അതിനായിട്ട് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് കുറച്ച് ആൽമണ്ട്സും കാഷ്നട്ട്സും ആദ്യം തന്നെ കുറച്ച് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് ഇത് ഈ ഒരു കളറാകുമ്പം അങ്ങെടുത്ത് മാറ്റി വെക്കണം. എന്നിട്ടൊരു 3/4 കപ്പ് പഞ്ചസാര. അത് നല്ല ആ പാനിൽ തന്നെ ഒന്ന് വൃത്തിയാക്കിയിട്ട് ആ പാനിൽ തന്നെ ഇട്ടാൽ മതി. നല്ല ഡ്രൈ ആയിട്ടുള്ള പാനിലിട്ടിട്ട് അത് നല്ലൊരു കാരമൽ കളറാവുന്ന പോലെ, ഒത്തിരി ഡാർക്കായി പോകരുത്. ഇത് പാൻ തന്നെ ബ്ലാക്ക് ആയതുകൊണ്ടാണ് ഡാർക്കായിട്ട് തോന്നുന്നത്. എന്നിട്ടേ ഒരു ടേബിൾ സ്പൂൺ ബട്ടർ, ഞാനിവിടെ അൺസോൾട്ടഡ് ബട്ടറാണ് യൂസ് ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സോൾട്ടഡ് ആണെങ്കിലും യൂസ് ചെയ്യും, പിന്നെ സോൾട്ട് ഉപയോഗിക്കേണ്ട. അപ്പം അൺസോൾട്ടഡ് ബട്ടറും കൂടി ഇട്ടിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ആദ്യം നമ്മൾ ഡ്രൈ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടില്ലേ, ആ ആൽമണ്ട്സും കാഷ്യൂനട്ട്സും അതും കൂടി ഇടണം കേട്ടോ. ഇതെല്ലാം ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. എന്നിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് കഴിഞ്ഞ് എല്ലാം കൂടി നന്നായിട്ട് യോജിപ്പിച്ചതേ കണ്ടോ, ഈ ഒരു പരുവമാവണം. ഇത്രയാകുമ്പോഴേക്കും എന്നിട്ട് ഒരു ബട്ടറൊക്കെ തടവിയ ഒരു പാത്രത്തിലേക്ക് അങ്ങ് ഒഴിക്കണം കേട്ടോ. ഇല്ലെങ്കിൽ ഞാൻ ഇതുപോലെ പാച്ച്മെൻറ്റ് പേപ്പറിലാണ് ഞാൻ ഒഴിച്ചേക്കുന്നത്. ഒരു 5 മിനിറ്റ് ഫാൻ്റെ അടിയിൽ വെച്ചാൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് പാച്ച്മെൻറ്റ് പേപ്പറിൽ നിന്ന് ഇതിങ്ങനെ എടുക്കാൻ പറ്റും കേട്ടോ. അത് എണ്ണ തടവിയ പാത്രത്തിനേക്കാളും ഈസി ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് ഒരു സിബ്ലോക്കുള്ള ഒരു കവറിലിട്ടിട്ട് നന്നായിട്ട് കണ്ടോ ഇങ്ങനെ ഇട്ട് ഇടിച്ച് പൊളിക്കുക. പൊളിച്ച് കഴിയുമ്പോൾ നല്ല പൊടിയായിട്ട് കിട്ടും. ഇതെടുത്ത് സ്റ്റോർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഐസ്ക്രീമിനും പുഡിങ്ങിനും ഒക്കെ യൂസ് ചെയ്യാം. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്നോട് പറയണം കേട്ടോ. അപ്പോൾ ഓക്കെ, ദെൻ ബൈ ബൈ.